ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. വാച്ചിങ് ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ ഈസ് ആൻ ഒഫൻസ്, സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ന്യൂസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ മെയിൻ ന്യൂസ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വരാനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഒരു തീരുമാനമാണ് ഇത്തരത്തിലുള്ള വിധി വരാനുള്ള കാരണം. മദ്രാസ് ഹൈക്കോർട്ട് ഒരു തീരുമാനം, അവരൊരു ജഡ്ജ്മെന്റ് വന്നിരുന്നു. ആ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാല് ഇതായിരുന്നു. അതായത് മദ്രാസ് ഹൈക്കോർട്ട് ഡിസിഷൻ ദാറ്റ് മിയർ പൊസഷൻ ഓർ സ്റ്റോറേജ് ഓഫ് എനി പോർണോഗ്രാഫിക് മെറ്റീരിയൽ വാസ് നോട്ട് ആൻ ഒഫൻസ് അണ്ടർ ദ ആക്ട്. അതായത് ഏത് ആക്ടാണ്? പോക്സോ ആക്ട്. പോക്സോ ആക്ട് ആണല്ലോ ഇപ്പൊ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഈ സെക്ഷൽ അബ്യൂസിനെ സ്വീകരിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ടിന്റെ അണ്ടറില് ഇപ്പൊ നമ്മള് ആരെങ്കിലും കയ്യില് ചൈൽഡ് പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് കയ്യിൽ പൊസസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തത് കൊണ്ടോ അതിന്റെ പേരിൽ പോക്സോ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ പറ്റൂലെന്ന് മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഒരു വിധി വന്നു. അത് ആ വിധി കേൾക്കുമ്പോൾ നമുക്ക് അതൊരു തെറ്റാണെന്നല്ലേ തോന്നുന്നത്. സ്വാഭാവികമായിട്ട് ആ വിധിക്കെതിരെ ആൾക്കാർ കോടതിയിൽ, സുപ്രീം കോടതിയിൽ, ഹൈക്കോടതി വിധിയാണെന്നുണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ട് അപ്പീൽ വേണ്ട സുപ്രീം കോടതിയിലാണല്ലോ. സുപ്രീം കോടതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അപ്പീൽ ഫയൽ ചെയ്തു. ആ NGOയുടെ പേര് റൈറ്റ് ഫോർ ചിൽഡ്രൻ അലയൻസ് എന്നാണ്. അപ്പോ മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞത് ഈ ചൈൽഡ് പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുകയോ അവര് വാച്ച് ചെയ്യുകയോ എന്നുള്ളതിന്റെ പേരിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പാടില്ല പോക്സോ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. അപ്പോ റൈറ്റ് ഫോർ ചിൽഡ്രൻ അലയൻസ് ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ വിധി വന്നു എന്നാൽ അവർ പറഞ്ഞേക്കുക എന്നാണ്. സുപ്രീം കോർട്ട് ഓൺ മൺഡേ ഹെൽഡ് ദാറ്റ് വ്യൂയിങ് ഇൻ പ്രൈവറ്റ്, downloading, storing, possessing, distributing or displaying pornographic acts involving children attract criminal liability under the Protection of Children from Sexual Offences Act and the Information Technology Act. അപ്പോൾ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്താലും, അത് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും, അത് ഡൗൺലോഡ് ചെയ്താണെങ്കിലും, അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണെങ്കിലും, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിലും, എന്ത് പരിപാടി ഈ ചൈൽഡ് പോർണോഗ്രാഫിക് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താലും അയാള് പോക്സോ ആക്ടിന്റെ അണ്ടറിൽ പ്രോസിക്യൂട്ടബിൾ ആയിരിക്കും. അത് യാതൊരു സംശയവുമില്ല. ഒപ്പം ഇത് ഡിജിറ്റൽ കണ്ടന്റ് ആയതുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ അണ്ടറിലും അവരെ പ്രോസിക്യൂട്ട് ചെയ്തിരിക്കും എന്നാണ് സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു വിധിയാണ്. അപ്പം അതിന്റെ കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു 1-2 അഡ്വൈസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പോക്സോ ആക്ടില് ചെറിയ ഒരു അമെന്റ്മെന്റ് ഒക്കെ കൊണ്ടുവരണം. ഒന്നാമത്തെ കാര്യം, പോക്സോ ആക്ടിന്റെ അകത്ത് ചൈൽഡ് പോർണോഗ്രഫി എന്നൊരു ടേമാണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അത് അത്ര നല്ലൊരു ടേം അല്ല. ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഒരു വ്യവസായത്തിനാണ് പോർണോഗ്രഫി എന്ന് കാണിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യവസായം ഒരു മീനിങ് വരും ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ പോക്സോ ആക്ടിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചൈൽഡ് പോർണോഗ്രഫി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാതെ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്നുള്ള വാക്ക് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരണം പോക്സോ ആക്ടിൽ എന്നൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അവർ ആവശ്യപ്പെട്ടേക്കാം. അതൊന്നും പഠിച്ചാലും കുഴപ്പമില്ല, അവരുടെ ആവശ്യപ്പെടലാണ് അത്. അല്ലാതെ അതൊരു ഓർഡർ ആയിട്ട് കൊടുത്തിട്ടില്ല. അവരങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അത് ഗവൺമെന്റ് അത് ചെയ്യുമായിരിക്കും. കാര്യം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ, ആർക്കും അങ്ങനെ പരാതി കാണുന്ന കാര്യമല്ല. ഓക്കെ, അതാണ് ഫ്രണ്ട് പേജിൽ ആദ്യത്തെ ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ലെബനനിൽ അത്യാവശ്യം വലിയൊരു യുദ്ധം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘടന. നമുക്കറിയാം ഗാസയിൽ ഹമാസിന് അഗേൻസ്റ്റ് ആയിട്ട് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയപ്പോ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള പേരിൽ ഇറാന്റെ ബാക്കപ്പ് ഉള്ള ഷിയ മുസ്ലിം ഓർഗനൈസേഷൻസ് ആയ ഹൂതീസും, അതുപോലെ ഹൂതീസ് എവിടെയാണ്? യമനിലെ ഹൂതീസും ലെബനനിലെ ഹിസ്ബുള്ളയും എല്ലാവരും ഇസ്രായേലിന് അഗേൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് ആരംഭിച്ചു. ഹൂതീസ് മെയിൻലി റെഡ് സീ കേന്ദ്രീകരിച്ച് റെഡ് സീ കൂടെ പോകുന്ന ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ ലെബനനിലെ ശക്തമായ ഷിയ മുസ്ലിം മിലിഷ്യ വിഭാഗമായിട്ടുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെ കരമാർഗം തന്നെ റോക്കറ്റ്സും ഒക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു. ചില ഇസ്രായേലുകളൊക്കെ മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് റീറ്റാലിയേഷൻ ആയിട്ട് ഇസ്രായേൽ ആദ്യം കുറെ മാസങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയില്ല, ചെറിയ ആക്രമണങ്ങളാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ വമ്പൻ ആക്രമണങ്ങൾ അവര് ലെബനനിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ, ഇന്നലെ മോർ ദാൻ 350 ആൾക്കാർ ലെബനനിലെ ഇസ്രായേലിന്റെ കൗണ്ടർ അറ്റാക്കിൽ അവർ മെയിൻലി ടാർഗറ്റ് ചെയ്ത ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണ് മരിച്ചു എന്നാ പറയുന്നത് അവിടെ.
ഓക്കെ, അപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് വെസ്റ്റ് ഏഷ്യയിൽ വീണ്ടും വീണ്ടും വിഷയങ്ങൾ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നീട് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് അതീഷി അധികാരമേറ്റ നമ്മൾ ഇന്നലെയും പറഞ്ഞാണ്, അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. ഇത്രയാണ് ഫ്രണ്ട് പേജിൽ വേറെ ഒരു ന്യൂസും ഇല്ല, താഴോട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഈ നെക്സ്റ്റ് പേജ് സ്റ്റേറ്റ്സ് പേജ് എടുക്കുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് അമിത് ഷാ rakes up 1984 anti-Sikh riots to target Congress in Haryana എന്നൊരു ന്യൂസ് കാണാം. ഹരിയാനയിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണല്ലോ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ സെക്കൻഡ് ഫേസ് ഓഫ് ഇലക്ഷൻ നാളെയാണ് നടക്കുന്നത്. 18th ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, 25th സെക്കൻഡ് ഫേസ്, എനിക്കൊന്ന് ഒക്ടോബർ 1 തേർഡ് ഫേസ്. അപ്പം ഹരിയാനയിൽ ഒറ്റ ഫേസ് ആണ് ഇലക്ഷൻ. ഹരിയാനയിൽ ഒക്ടോബർ 1 ഇലക്ഷൻ കഴിയും. അപ്പൊ ഹരിയാനയിൽ ഇലക്ഷൻ പ്രചരണ വേദിയിൽ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായ അമിത് ഷാ, ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. ആരാണ്? നയാബ് സിംഗ് സൈനി, SAINI. അപ്പൊ അദ്ദേഹം അവിടെ പ്രചരണം നടത്തിയപ്പോൾ ആന്റി സിഖ് റൈറ്റിനെ കുറിച്ച് വലിയ പരാമർശങ്ങൾ നടത്തുന്നതാണ്. ഈ ആന്റി സിഖ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കണ്ട കുറെ റയറ്റുകളുണ്ട്. ആ റയറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്ന ഒരു റയറ്റ്, ഇപ്പൊ ഗുജറാത്ത് ആന്റി മുസ്ലിം റയറ്റ് ഗുജറാത്തിൽ നടന്ന കാര്യം നമുക്കറിയാം. ഭഗൽപൂരിൽ റയറ്റ് നടന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും റയറ്റുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർ മരിച്ച ഒരു കലാപം ആണ് സിഖ് വിരുദ്ധ കലാപം, ആന്റി സിഖ് റയറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇന്ദിരാഗാന്ധിയുടെ 1984 അസാസിനേഷൻ ആണ്. ഇന്ദിരാഗാന്ധിയെ അസാസിനേറ്റ് ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായിരുന്ന സെക്യൂരിറ്റി ഫോഴ്സിലുണ്ടായിരുന്ന 2 സിഖുകാരാണ്. അപ്പൊ ആ സിഖുകാർക്കെതിരെ ഭയങ്കര വികാരം ഡൽഹിയിൽ അഴിച്ചുവിടുകയും സിഖുകാരെന്ന് തോന്നിക്കുന്ന ആൾക്കാർ എവിടെ കണ്ടാലും തലപ്പാവ് വെച്ചവരെയും താടി വെച്ചവരെയും ഒക്കെ അന്ന് അവിടെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. അപ്പം അതാണ് ആന്റി സിഖ് റൈറ്റ് 1984, ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനിൽ പ്രതിഷേധിച്ച് നടന്ന കലാപം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, അന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. പിന്നീട് ഇത്ര ആ പേജിൽ വേറെ ഒന്നും പറയാനില്ല. അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതിനടുത്ത പേജില് ഇലക്ഷൻ കമ്മീഷൻ ജാർഖണ്ഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. ജാർഖണ്ഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തിനാ വിസിറ്റ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഇലക്ഷൻ നടത്താൻ ബന്ധപ്പെട്ട പരമോന്നത ബോഡി, അപ്പെക്സ് ബോഡി. As per the Constitution of India, Election Commission of India is the responsible body to conduct elections in India. Lok Sabha election, state assembly elections, presidential election, everything. But local body elections are being conducted by the റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ്. ലോക്കൽ ബോഡി ഇലക്ഷൻ മാത്രം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ് നടത്തുന്നത്. ബാക്കി എല്ലാ ഇലക്ഷൻസും നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ ചീഫിനെയാണല്ലോ നമ്മൾ CEC എന്ന് പറയുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പൊ CEC അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഈ മനുഷ്യനാണ്, രാജീവ് കുമാർ ആണ്. പേര് പഠിക്കാൻ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. മലയാളിയൊക്കെ ഉള്ള പേരാണ് രാജീവ് കുമാർ എന്ന് പറഞ്ഞ പേര്. അപ്പൊ അവര് ജാർഖണ്ഡ് എന്തിനാ വിസിറ്റ് ചെയ്യുന്ന? ഇനി നെക്സ്റ്റ് ഇലക്ഷൻ നടക്കാൻ പോണ ഒരു സ്റ്റേറ്റ് ജാർഖണ്ഡ് ആണ്. കാര്യം ഹരിയാനയിലും കാശ്മീരിലും ഇലക്ഷൻ നടക്കുമ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത്, ഇപ്പൊ ഒക്ടോബറിൽ ഈ രണ്ടിടത്തും ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ടും വരും. ഒക്ടോബർ 4 മറ്റോ ആണ് ഈ കാശ്മീരിന്റെയും ഹരിയാനയുടെയും ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അത് കഴിയുമ്പോൾ നവംബറിൽ മസ്റ്റായിട്ട് നടക്കും ഇലക്ഷൻ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലും മഹാരാഷ്ട്ര. അപ്പൊ എന്നും ഇലക്ഷനാ. ഇത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത വർഷം ജാനുവരി കണ്ടുമ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ വരും. അപ്പൊ ഇലക്ഷൻസ് ഓരോ സ്റ്റേറ്റിലും അവർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുക, അവിടുത്തെ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് സിഗ്നിഫിക്കൻസുമായിട്ട് അവർ മീറ്റിംഗ് നടത്തുകയും അവരുടെ വ്യൂ പോയിന്റ്സ് കേൾക്കുകയും അപ്പോൾ അത് മൊത്തം സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കുറിച്ച് അനലൈസ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ജാർഖണ്ഡ് വിസിറ്റ് ചെയ്തത്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയിലാണ് അവർ വിസിറ്റ് നടത്തിയത്. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹേമന്ത് സോറൻ ആണ്. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറൻ ആണ്. ഇവിടെ തമിഴ്നാടിന്റെ ഗവർണർ RN രവിയുടെ ഫോട്ടോയും കാണാം. തമിഴ്നാടിന്റെ ഗവർണറാണ് RN രവി. പിന്നീട് ഓക്കെ, അതല്ലാതെ പിന്നെ ഇവിടെ വേറെ ന്യൂസുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആ ഒരു ന്യൂസേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ FSSAI issues notice to TN firm over ghee adulteration എന്നൊരു ന്യൂസ് കാണാം. FSSAI എന്താണ്? FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSAI എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എന്ത് ഫുഡ് ഐറ്റംസിലും എന്തെങ്കിലും തരത്തിലുള്ള അഡൾട്ടറേഷൻ ഉണ്ടായാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ FSSAIക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ നെസ്ലെ എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും വലിയ പാക്കേജ്ഡ് ഫുഡ് മാനുഫാക്ചറർ, ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് നെസ്ലെയാണ്. നെസ്ലെ ഈസ് എ കമ്പനി ഫ്രം സ്വിറ്റ്സർലാൻഡ് ആൻഡ് they have a lot of products and out of them
വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് ഓഫ് നെസ്ലെ ഈസ് മാഗി നൂഡിൽസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മാഗിയിൽ ലെഡിന്റെ കണ്ടാമിനേഷൻ വാസ് മോർ ദാൻ ദ പ്രിസ്ക്രൈബ്ഡ് ലെവൽ. അവര് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെയായിരുന്നു, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലെവൽ വരെ ലെഡ് ആവാം, ബട്ട് ലെഡിന്റെ കണ്ടന്റ് കൂടിയ അത് പോയിസൺ ആണ്. അപ്പം അത് കണ്ടെത്തിയിട്ട് മാഗി ഒരു 5-6 വർഷം മുമ്പ് ബാൻ ചെയ്ത ഒരു ചരിത്രമുണ്ട് FSSAIക്ക്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. ഇപ്പൊ നമ്മള് ഫുഡ് ഈ ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഹിന്ദുസിന്റെ ഡിവോട്ടീസ് ആയിട്ടുള്ള ഹിന്ദുസിന്റെ ഒരു വലിയ സംഭവമാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷനൊക്കെ ഉള്ള സാധനമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ GI എന്ന് പറയും. ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ GI എന്ന് പറയുന്ന സംഭവം ഓരോ സ്ഥലത്തെയും തനതായ പ്രോഡക്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ആലപ്പുഴയിലെ കയറിനും ആറന്മുള കണ്ണാടിക്കും ഒക്കെ ഉണ്ട് ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് തിരുപ്പതി ലഡുവിനും ഉണ്ട്, അമ്പലപ്പുഴ പാൽപ്പായസത്തിനുണ്ട്. അപ്പൊ ഈ തിരുപ്പതി ലഡു വെജിറ്റേറിയൻ അല്ലേ, അമ്പലമായിട്ട് ബന്ധപ്പെട്ടല്ലേ, പക്ഷെ അതില് ഉപയോഗിച്ച ഗീയില് ബീഫിന്റെ കണ്ടന്റ് അതിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന എക്സ്ട്രാക്ട് ഒക്കെ ഉണ്ടായിരുന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും അങ്ങനെ അതൊരു ഫുഡ് അഡൾട്രേഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് FSSAIക്ക് അന്വേഷണം നടത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് റെഗുലേറ്റർ ഓഫ് നമ്മളുടെ ഫുഡ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ പേജില് വേണ്ട, വേറെ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ അവിടെ. ഓക്കെ, അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ അവിടെയും പ്രത്യേകിച്ച് വേറെ വളരെയൊക്കെ സ്റ്റേറ്റ് ലെവലിലുള്ള ന്യൂസുകളാണ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമ്മൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ വളരെ സിമ്പിൾ ആണ്. ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ തിരുപ്പതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിനെ കുറിച്ചാണ്. തിരുപ്പതിയിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലഡു, ഞാൻ നേരത്തെ പറഞ്ഞ ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ GI സർട്ടിഫിക്കേഷൻ ഒക്കെയുള്ള ലഡുവില് മൃഗക്കൊഴുപ്പ്, മൃഗങ്ങളുടെ അനിമൽ ഫാറ്റ്സ്, പലതരത്തിലുള്ള ഈവൻ പിഗ് പോലും ഉണ്ട്, അതുപോലെ ഫിഷ് എടുക്കുന്ന ഓയില്, ഇതൊക്കെ ഈ ഗീയില് ഉപയോഗിച്ചിരുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന ഗീക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണമല്ല, അത് തെളിവോടുകൂടി ശരിയാണെന്നാണ് അവർ പറയുന്നത്. കാര്യം ഇത് ലാബിലൊക്കെ പരിശോധിച്ചു, ലാബിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ അതിലോട്ട് പോവാം. അപ്പം ഈ ഒരു ഇത് വിളിച്ചു പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ തന്നെ ചീഫ് മിനിസ്റ്ററായ ചന്ദ്രബാബു നായിഡു ആണ്. അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറി ആണ്, നമുക്കറിയാം ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഫിംഗർ പോയിന്റ് ചെയ്ത് ആർക്കെതിരെയാണെന്ന് വെച്ചാൽ അതിന് തൊട്ടു മുമ്പ് ആന്ധ്രാപ്രദേശ് ഭരിച്ച ചീഫ് മിനിസ്റ്റർ ജഗൻമോഹൻ റെഡ്ഡിയെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തത്. അതിനൊരു കാരണം കൂടെയുണ്ട്, ഇത് പുറമേ പറഞ്ഞില്ലെങ്കിലും ജഗൻമോഹൻ റെഡ്ഡി എന്നാണ് പേരെങ്കിലും അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസിയാണ്. റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ് ആണ്, പക്ഷെ അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി ഇടയ്ക്ക് വെച്ച് ക്രൈസ്റ്റില് ആണ് ബിലീവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനി ഫോളോവർ ആയിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി ഈ തിരുപ്പതി എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിന് ഡിസ്റെസ്പെക്ട് ചെയ്തെന്നുള്ളൊരു ഒരു ആംഗിളിലാണ് അതിന്റെ നെറേറ്റീവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടൈമിംഗ്, ഈ ഒരു ആരോപണം വന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുമ്പോഴാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ, ഹരിയാനയിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. ഇത് മഹാരാഷ്ട്രയില് അതുപോലെ ജാർഖണ്ഡിലേക്ക് ഇലക്ഷൻ വരാൻ പോകുന്നു. ഈ പല സ്റ്റേറ്റുകളും BJP ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചന്ദ്രബാബു നായിഡു എന്ന് പറഞ്ഞ ആള് BJP അലയൻസ് പാർട്ണറും കൂടെയാണ്. അപ്പൊ ജൂലൈയിൽ തന്നെ ഇതിന്റെ തെളിവുകൾ വന്നിട്ടും അദ്ദേഹം സെപ്റ്റംബർ വരെ കാത്തിരുന്നു ഇത് ഈ ആരോപണം ഉന്നയിക്കാൻ. കാര്യം ജൂലൈയിൽ തന്നെ ഇതിന്റെ ടെസ്റ്റ് റിസൾട്ട് ആയി കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പക്ഷേ റൂളിംഗ് പാർട്ടി ഇലക്ഷനിൽ സഹായിക്കാനാണെന്ന് സംശയിക്കുന്നു. കാര്യം BJP ലീഡേഴ്സ് ഇത് ഭയങ്കരമായിട്ട് ടേക്കപ്പ് ചെയ്യുകയും സെൻട്രൽ ഗവൺമെന്റ് ഇത് അന്വേഷിക്കാൻ പോവുകയാണ് എന്നൊരു ന്യൂസൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. BJP തന്നെ ഒരു ഫോമർ ലീഡറായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ സുപ്രീം കോടതി മോണിറ്റേഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഇതിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ലാബിലാണ് ടെസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിലാണ്. നാഷണൽ ഡയറി NDDB എന്ന് പറയും, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അതിന്റെ ആസ്ഥാനം ഗുജറാത്തിലാണ്. കോഫി ബോർഡിന്റെ ആസ്ഥാനം ബംഗളൂരു, അതുപോലെ ടീ ബോർഡിന്റെ ആസ്ഥാനം കൊൽക്കത്ത, സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം എഗെയിൻ ബംഗളൂരു, അതുപോലെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം നമ്മളെ കേരളത്തിലെ കോട്ടയം എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. റബ്ബർ ബോർഡ് അതിന്റെ ആസ്ഥാനം, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയമാണ്. സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്. അതുപോലെ കോഫി ബോർഡ് ഓഫ് ഇന്ത്യ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്.
അതുപോലെ ടീ ബോർഡ് ഓഫ് ഇന്ത്യ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയാണ്. അപ്പൊ എന്തായാലും NDDBയുടെ ഒരു ലാബാണ് CALFന്റെ എക്സ്പാൻഷൻ, സെന്റർ ഫോർ അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈവ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് എന്നാണ്. സെന്റർ ഫോർ അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈവ് സ്റ്റോക്ക് ആൻഡ് ഫുഡ്. അപ്പൊ ഇവരുടെ ടെസ്റ്റിലാണ് ഇത്. ടെസ്റ്റ് നടക്കുന്നത് അയക്കുന്ന ജൂലൈ 9-നും അതിന്റെ റിസൾട്ട് ജൂലൈ 16-ന് കിട്ടി. എന്നിട്ട് ഇത്രയും ലേറ്റ് ആക്കാൻ കാരണം ആണ് ഇവർ പറയുന്നത് ഇതിലൊരു പൊളിറ്റിക്കൽ കൺസിഡറേഷൻ കൊണ്ടായിരിക്കും ഇതിന്റെ റിസൾട്ട് ജൂലൈ 16-ന് വന്നിട്ടും സെപ്റ്റംബർ വരെ ചന്ദ്രബാബു നായിഡു കാത്തിരുന്നതാണ്. അപ്പൊ അതിലെ രാഷ്ട്രീയം എന്തായാലും ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ മൃഗക്കൊഴുപ്പ് അനിമൽ ഫാറ്റ് അടങ്ങിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം അത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. അതിന് ഹിന്ദുവും അതിന്റെ പേരിൽ ഡിസ്പ്യൂട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് സത്യത്തിൽ അത് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് കമ്മ്യൂണലൈസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പൊ എന്തായാലും തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള AR ഡയറി എന്ന് പറയുന്ന ഒരു ഡിണ്ടിഗലിലുള്ള സ്ഥാപനമാണ് ഇത് കൊടുത്തത്, ഈ പറഞ്ഞ ഗീ ഒക്കെ സപ്ലൈ ചെയ്തത്. അപ്പൊ അവർക്കെതിരെയൊക്കെ വലിയ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വരാൻ പോയാണ്. ഇപ്പൊ ഈ ഫുഡ് ക്വാളിറ്റി ചെക്സിന്റെ ഇന്ത്യയിലെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഗാസിയാബാദിലുള്ള നാഷണൽ ഫുഡ് ലബോറട്ടറി NFL ആണ്. നാഷണൽ ഫുഡ് ലബോറട്ടറി NFL ആണ് ഫുഡ് ക്വാളിറ്റി ചെക്കിങ്ങിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പെക്സ് ബോഡി. അപ്പൊ ഈ CALFൽ ചെക്ക് ചെയ്തിട്ട് ഒന്ന് NFL-നും കൂടെ വേണമെങ്കിൽ ഗവൺമെന്റിനെ ചെക്ക് ചെയ്യിപ്പിക്കാമായിരുന്നു. കാര്യം ദാറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ടു ചെക്ക് ഫുഡ് ക്വാളിറ്റി. അപ്പൊ അവിടെയും കൂടെ ചെക്ക് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവാത്തതിനും ഇതില് കുറ്റപ്പെടുത്തുന്നുണ്ട്. കുറ്റപ്പെടുത്തിയല്ല, ജസ്റ്റ് ഒരു ഇതായിട്ട് പറയുന്നുണ്ട് അവര്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇതിൽ പറയുന്നത് എന്തായാലും ഫുഡില് അഡൾട്രേഷൻ, ഇപ്പൊ ഒരു ഫുഡായിട്ട് കണ്ട പ്രസാദം എന്ന് പറഞ്ഞ ഓൾസോ എ ഫുഡ്. അപ്പൊ അതിൽ അഡൾട്രേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് ഈ ലാബ് റിപ്പോർട്ട് തെളിയിക്കുന്നത്. അപ്പൊ അത് പക്ഷേ അതിനെ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് കണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കാതെ ഇതിനെ ഒരു വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് മാറ്റുന്നു. ഹിന്ദുക്കളുടെ എല്ലാ ക്ഷേത്രങ്ങളും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധീനതയിൽ നിന്ന് മാറ്റിയിട്ട് ഹിന്ദുക്കൾ ആരാണോ ഇതിന്റെ ഒരു സമയത്ത് ആരുടെ കയ്യിലായിരുന്നോ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് സംഘപരിവാറിന്റെ അണ്ടറിലുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ഹിന്ദു റൈറ്റ് വിങ് ഓർഗനൈസേഷൻസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം വന്നപ്പം. പക്ഷെ ഇന്ത്യയിൽ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ലോസ് എന്ന് പറയുന്നൊരു ലോ ഉണ്ട്. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ലോസ്. ഇത് അക്രോസ് ദ സ്റ്റേറ്റ്സ് ഉള്ളതാണ്. സുപ്രീം കോടതി അതിന്റെ അക്രോസ് ദ സ്റ്റേറ്റ്സ് ഉള്ള വാലിഡിറ്റി അപ്ഹെൽഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ഷേത്രങ്ങൾ സാധാരണ അതിന്റെ പഴയ കസ്റ്റോഡിയൻസിന് വിട്ടുകൊടുക്കാൻ ഈ ഒരു ആക്ട് അനുസരിച്ച് പറ്റൂല. അപ്പൊ ഈ വിഷയത്തിനെ കമ്മ്യൂണലൈസ് ചെയ്യുന്നതിൽ അപകടമൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഇന്ത്യക്ക് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ അഭിമാനകരമായ നേട്ടത്തെ കുറിച്ചാണ്. ട്രയംഫ് സ്ക്വയേർഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് സത്യത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയലാണ്. ചരിത്രത്തിൽ ഇന്ത്യ ആദ്യമായിട്ട് നേടിയ ഈ ചെസ് ഒളിമ്പിയാഡ് സ്വർണം, അത് പുരുഷന്മാരിലും വനിതകളിലെന്നല്ല, ഓപ്പൺ വിഭാഗത്തിലും വിമൻ സെക്ഷനിലും രണ്ടിലും. അപ്പൊ അതില് നമ്മള് പുരുഷന്മാരുടെ ടീം എന്ന് പറയുന്നത് ഇതില് ഓൾമോസ്റ്റ് 190 കൂടുതൽ നേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അത് വേൾഡ് ഓവറുള്ള എല്ലാ കൺട്രീസും. ബുഡാപെസ്റ്റിലാണ് നടന്നത്, ഹംഗറിയിലെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റില്. അപ്പൊ ഇതില് പങ്കെടുത്ത രാജ്യങ്ങളിൽ ഇന്ത്യ 2ാം സീഡായിരുന്നു ഓപ്പൺ വിഭാഗത്തില്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ 1ാം സീഡുമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യൻ പുരുഷന്മാരുടെ ഡോമിനൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നും നോക്കണ്ട. 1ാം സീഡായിരുന്ന USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവർ 2nd പൊസിഷനിലാണ് ഫിനിഷ് ചെയ്ത. അവരെക്കാളും 4 പോയിന്റ് കൂടുതലായിരുന്നു ഇന്ത്യൻ പുരുഷന്മാരുടെ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് മനസ്സിലാക്കാൻ പറ്റും ഈ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രി ഇപ്പൊ ചെസ്സിൽ ഇന്ത്യ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുമ്പം അഭിമാനിക്കാം. വേറൊരു കാര്യം, ഇത് നമ്മളുടെ ഒപ്പോണൻസിനെ കൂടുതൽ അസ്വസ്ഥരാക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. പ്രായം, ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരം ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് 18 വയസ്സേ ഉള്ളൂ. അർജുൻ എരിഗാസി, ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക്ഡ് പ്ലെയർ, 21 വയസ്സേ ഉള്ളൂ. ആർ പ്രജ്ഞാനന്ദ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച വാഗ്ദാനം, 19 വയസ്സേ ഉള്ളൂ. സിസ്റ്റർ വൈശാലി 23 വയസ്സേ ഉള്ളൂ. ദിവ്യ ദേശ്മുഖ് 18 വയസ്സേ ഉള്ളൂ. ഇവരെ വിമൻ വിഭാഗത്തിൽ നമുക്ക് ഗോൾഡ് മെഡൽ നേടുന്നതാണ്. വന്തിക അഗർവാൾ 21 വയസ്സേ ഉള്ളൂ. ഇവരൊക്കെല്ലാം മോർ ദാൻ 2 decades ഓഫ് ചെസ് ഈസ് വിത്ത് ദം സ്റ്റിൽ. അതായത് ഇനിയും 20 വർഷത്തിൽ കൂടുതൽ ഒരു കുഴപ്പമില്ലാതെ കളിക്കാനുള്ള പ്രായം ഇനി അവർക്ക് ഉണ്ട്. അതായത് ഇനി ഒരു 20 years കൂടെ കളിച്ചാൽ അവരുടെ ഏജ് 30s നിൽക്കത്തേ ഉള്ളൂ. ചെസ്സിൽ 40s വരെ ആൾക്കാർ കളിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ നിയർ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ചെസ് വേൾഡിൽ സംഭവിക്കാൻ പോകണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ
ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടതല്ല. പിന്നെ താഴോട്ട് വരുമ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ സ്ത്രീകളുടെ ചെസ്സിൽ ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത് അത്ര പോരെന്നാ പറയുന്നത്. കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച 6ാമത്തെ താരമായ കൊനേരു ഹംപി, ഡി ഹരിക, ഈ നമ്മളിപ്പോ പറഞ്ഞ ദിവ്യ ദേശ്മുഖും വന്തിക അഗർവാളും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത് വേറെ താരങ്ങൾ വലുതായിട്ടില്ല. ഇവിടെ ഇപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ നിഹാൽ സരിനെയൊക്കെ പോലുള്ള വേറെ ആൾക്കാർ ടീമിൽ പോലും സ്ഥാനം കിട്ടാതെ വെളിയിൽ നിൽപ്പുണ്ട്. അവരൊക്കെ വേൾഡിലെ ടോപ്പ് 25 പ്ലേയേഴ്സ് ആണ്. ഓക്കെ, അപ്പം ടീമിൽ പോലും സ്ഥാനം കിട്ടാതെ. പക്ഷെ വനിതകളിൽ ഈ പറഞ്ഞ ബെഞ്ച് സ്ട്രെങ്ത് വലുതായിട്ടില്ല. അപ്പൊ വനിതാ ചെസ് കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യാനും പുരുഷന്മാരെ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ വനിതാ വിഭാഗത്തിൽ നിന്ന് വളർന്നു വരാനും ഇന്ത്യൻ ചെസ് ഫെഡറേഷൻ ഇനി ഈ ഒരു നമ്മളെ സക്സസ് എന്ന് ഊർജം ഉൾക്കൊണ്ട് കൂടുതൽ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റുകൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റ് മാത്രമേ ഉള്ളൂ. ആ ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റ് പോലും റാപ്പിഡ് ചെസ്സിലും ബ്ലിറ്റ്സ് ചെസ്സിലും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ ചെസ് ഫോർമാറ്റിൽ ഈ ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ ചെസ്സിൽ എന്റെ യഥാർത്ഥ തനത് രൂപം എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ചെസ് ആണ്. അപ്പൊ അതിൽ ലോക പ്രശസ്തമായ ഒരു ടൂർണമെന്റ് ഇന്ത്യക്കകത്ത് നടക്കാത്തതിന്റെ ആ ഒരു കുറവ് അതും ഈ എഡിറ്റോറിയൽ പറഞ്ഞുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുന്ന മഹാപ്രതിഭയാണ് ഇന്ത്യയിൽ ചെസ്സിന്റെ ഈ ഒരു വിപ്ലവത്തെ ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി അദ്ദേഹമാണ് ആ ഒരു വിപ്ലവം കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ, 5 ടൈം വേൾഡ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. ആ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന സമയത്ത് പോലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് 1-2 തവണ ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതല്ലാതെ ആനന്ദിന് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന വലിയ ടൂർണമെന്റുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ആ അവസ്ഥയ്ക്ക് മാറ്റം വരിക, അങ്ങനെ ഇന്ത്യ ചെസ്സില് വൻ ശക്തിയാവുന്നതോടൊപ്പം തന്നെ വലിയ ടൂർണമെന്റുകൾ ഇവിടെ നടന്നാൽ കൂടുതൽ എക്സ്പോഷർ നമ്മളുടെ താരങ്ങൾക്ക് കിട്ടും. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ഈ ഒരു ഇവിടുത്തെ ആർട്ടിക്കിളില് വെയിങ് ഇൻ ഓൺ ബിസിനസ് ആസ് യൂഷ്വൽ വിത്ത് ചൈന എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കാണാം. ഇത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ചൈനയിൽ നിന്നുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഇപ്പൊ അത്ര വെൽക്കമിങ് അല്ല. ചൈനയിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം. അതിന്റെ കാരണം ചൈന ലഡാക്ക് മേഖലയിലൊക്കെ ഒരുപാട് പ്രദേശങ്ങളിൽ കൈയടക്കി വച്ചിട്ട് ഇന്ത്യ അവിടെ പട്രോളിംഗ് പോലും നടത്താൻ പറ്റാതാക്കി അവര് ചൈനയുടെ തന്നെ പ്രദേശങ്ങളാക്കി അതിപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നു. അതൊക്കെ കോവിഡ് സമയത്ത് നടന്ന കാര്യങ്ങളാണ്. അപ്പം ആ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്നും ചൈനയുടെ പട്ടാളം പിൻവലിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചൈന എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യ ഇപ്പൊ സൗത്ത് ചൈന സീയിൽ ചൈന കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് സൗത്ത് ചൈന സീ ചൈനയുടെ ചുറ്റിലും കിടക്കുന്ന കുറെ രാജ്യങ്ങൾ കൂടെ അവകാശപ്പെട്ടതാണ്. പക്ഷെ സൗത്ത് ചൈന സീയുടെ എൻറ്റയർ ടീം ചൈനയ്ക്കുള്ളതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം അവിടുത്തെ മറ്റ് രാജ്യങ്ങൾ ചൈനയ്ക്ക് മുന്നിൽ പഞ്ചപുച്ച മടക്കി അവരുടെ ക്ലെയിമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഒരു ന്യൂ നോർമൽ ആയിട്ട് ആ സൗത്ത് ചൈന സീക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ചൈനയുടെ ഹെഗ്മണി അംഗീകരിച്ച് മിണ്ടാതിരിക്കുകയാണ്. ആകെപ്പാടെ എതിർക്കുന്നത് ഒരു ഫിലിപ്പൈൻസ് മാത്രം. കാര്യം ഫിലിപ്പൈൻസിന് അമേരിക്കയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഫിലിപ്പൈൻസ് എതിർക്കുന്നു. ബാക്കി എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ന്യൂ നോർമലാണ് ചൈന ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഇന്ത്യയുടെ പല പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ അവകാശപ്പെടുന്ന ലഡാക്ക് മേഖലയിലൊക്കെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചടക്കി അവർ കൈ വച്ചേക്കുമ്പോൾ നമ്മൾ പതുക്കെ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ചൈനയുടെ ആ ഒരു ഹെഗിമണി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ചൈനയായിട്ടുള്ള ബന്ധം വീണ്ടും പഴയതുപോലെ റീകാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള കുറച്ച് ആൾക്കാർ ഈ എസ്പെഷ്യലി ബിസിനസ്മെൻ ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ ചൈനയായിട്ടുള്ള നമ്മളുടെ വ്യാപാരമൊന്നും നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. അതായത് ട്രേഡ് ഡെഫിസിറ്റ്, ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ $105 ബില്യൺ ആണ്. $105 ബില്യൺ 2023, 2024 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. $105 ബില്യൺ is the trade deficit. What is the trade deficit? Trade deficit is the difference between import and export values. Okay, import and export value. We will import something from China and we will export something to China, and the difference in value of import and export, that is trade deficit. Okay, അപ്പൊ നോക്കുമ്പം ഇന്ത്യ $16 ബില്യൺ സാധനം കണ്ട് ചൈനയിലോട്ട് കയറ്റി വിടുന്നുള്ളൂ. ബാക്കി ഏതാണ്ട് $85 ബില്യൺ സാധനവും ചൈന ഇങ്ങോട്ട് കയറ്റി വിടുക. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ഫേവർ ഓഫ് ചൈന. അപ്പൊ അവിടെ നിന്ന് സാധനം ഒരുപാട് ഇറക്കുമതി നമ്മൾ അങ്ങോട്ട് ഒരുപാട് കയറ്റുമതി ചെയ്യുന്നില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ പറഞ്ഞു ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വീണ്ടും
ഇടയ്ക്ക് വെച്ച് അത് പറയാൻ പറ്റുമോ, ഇന്ത്യ ചൈനയിൽ നിന്നുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ അങ്ങനെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം ഈ പറഞ്ഞ ലഡാക്ക് മേഖലയിലൊക്കെ പ്രശ്നത്തിന് ശേഷം ഇന്ത്യ അവരുടെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് വലിയ കർബ് ഏർപ്പെടുത്തിക്കുക. ഡയറക്ട് ചൈന ഫ്ലൈറ്റുകൾ നമ്മൾ വളരെ കുറച്ചു. അതുപോലെ ചൈനയിൽ നിന്നുള്ള ബിസിനസ്മാൻമാർക്ക് നമ്മൾ വിസ കൊടുക്കാതായി. ഈവൻ ചൈനീസ് ടൂറിസ്റ്റുകൾക്ക് പോലും നമ്മളെ വിസ വലുതായിട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ചൈനയാണ്. എന്നിട്ട് ചൈന തിങ്ക് ചെയ്യുന്ന എന്താണ്, ഇന്ത്യ ഷുഡ് അക്സെപ്റ്റ് ദിസ് ന്യൂ നോർമൽ, ദാറ്റ് ചൈന വിൽ control some territories of Ladakh and some territories of Arunachal Pradesh, and India should accept that reality and recalibrate our relationship. Not recalibrate, we should normalize our relationship accepting the new normal. ഇതാണ് ചൈനയുടെ തിങ്കിങ്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല ഇതുവരെയും. അതുകൊണ്ടാണ് നമുക്ക് ഈ ചൈന എന്നുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ബാൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മളുടെ വ്യവസായ ലോകം പറയുന്ന ചൈന എന്നുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും തുടങ്ങണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ക്രിട്ടിക്കൽ ടെക്നോളജീസ് പല കിട്ടും. ഒപ്പം തന്നെ നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചൈനയിൽ നിന്ന് വരും. ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റും. ട്രേഡ് ഡെഫിസിറ്റ് എന്തുകൊണ്ടാണ്? ചൈനയെ സാധനം കൊണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാണ്. അതേസമയത്ത് ഈ ചൈനയിൽ ഒരു കമ്പനി ഒന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണോ? കമ്പനി ചൈനയിലാണെങ്കിലും. അപ്പൊ അതും ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ പ്രശ്നം, ചൈനയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അവർ ഏത് രാജ്യത്ത് പോയി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അപ്പോഴും ആ രാജ്യവുമായിട്ട് ചൈനയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതിലൊരു എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്, ആസിയാൻ രാജ്യങ്ങളെയൊക്കെ എടുത്തിട്ട്. ഓരോ രാജ്യങ്ങളിലും പോയി അവർ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇറക്കി അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പോലും ട്രേഡ് ഡെഫിസിറ്റ് കൂടി പോകുന്നത്. അതിന്റെ കാര്യം വേറൊന്നുമല്ല, അവർ ചില മേഖലകളിലൊക്കെ അവർ ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുള്ളൂ. വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മേഖലകളിൽ അവർ മര്യാദയ്ക്ക് ഉള്ള ഒരു എന്താ പറയുക ഈ ടെക്നോളജി ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും പല രാജ്യങ്ങളും നടത്താറില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ്ങിലൊക്കെ ഇപ്പൊ ചൈനയാണ് ലോകത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ വന്ന ഒരു ഇലക്ട്രിക് കാർ കമ്പനി ചൈന സ്റ്റാർട്ട് ചെയ്യുമെന്ന് കരുതിക്കോ, ചൈനയിലൊരു കമ്പനി. അവർ ഇതിലെ ക്രിട്ടിക്കൽ ടെക്നോളജി ഒന്നും ഇന്ത്യക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്കാർ മനസ്സിലാക്കി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചില ഘടകങ്ങൾ മാത്രം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യും, ബാക്കി ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ചൈനയുടെ ആ ഒരു നമ്മളുടെ ഡിപ്പെൻഡൻസ് ഓൺ ചൈന ഫോർ സച്ച് ടെക്നോളജീസ്, അപ്പൊ അത് അങ്ങനെ തന്നെ നിൽക്കും. അതേസമയത്ത് നമ്മളുടെ ലോക്കൽ ഇൻഡസ്ട്രീസ് ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വലിയ ഗുണം ഉണ്ടാവത്തുമില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഓതർ പറയുന്നതാണ്. അതിൽ പറയുന്നതിൽ പലതരം കാര്യമുണ്ട് ഇതിന്റെ ഓതർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വ്യവസായികൾ ആവശ്യപ്പെടുന്ന പോലെ ചൈന എന്നുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് അക്സെപ്റ്റ് ഒക്കെ ചെയ്യണം. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം ചൈനയാണ് ലോകത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക എക്കോണമിക് ബഹിമോത്ത് എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു എക്കണോമിക് ജയന്റ് എന്നുള്ള രാജ്യം. അതുപോലെ പല കാര്യങ്ങൾക്ക് നമുക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചൈനയെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ ഏതൊക്കെ ഫീൽഡിലെന്നും ഗവൺമെന്റ് തീരുമാനിക്കണമെന്നാണ്. ഏതൊക്കെ ഫീൽഡിലും തീരുമാനിക്കണം എന്ന് പറയാൻ കാര്യം, നമുക്ക് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ഇൻഡസ്ട്രീസും ഉണ്ട്. ആ ഇൻഡസ്ട്രീസിനെ നമുക്ക് അതിന്റെ വളർച്ച എൻഷുർ ചെയ്യാൻ പറ്റണം. അല്ല ചൈനയുടെ കുറെ കമ്പനികളോട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പനീസിനെ ഒരിക്കലും പുഷ്ടിപ്പെടുത്താൻ അവർ ശ്രമിക്കൂല. അപ്പൊ നമ്മൾ ആ ഇൻഡസ്ട്രീസ് പുഷ്ടിപ്പെടുന്ന രീതിയിലുള്ള ഒരു നയം, ഒരു പോളിസി വേണം ചൈനീസ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനോട് ഇന്ത്യ സ്വീകരിക്കാൻ എന്ന് ആണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു വെക്കുന്നത്. ഈ ആർട്ടിക്കിളിൽ പിന്നെ ഞാൻ ഈ ആർട്ടിക്കിൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു, അത് നേരെ വായിച്ചാൽ മതി. ഇന്ത്യസ് ഡിഫൻസ് എക്സ്പോർട്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ലോ എന്ന് പറഞ്ഞൊരു നിയമം, ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് സംഭവം വേറൊന്നുമല്ല, ഇന്ത്യ ഇപ്പോഴും ഇസ്രായേലിന് ഇന്ത്യൻ ആയുധങ്ങൾ കിട്ടുന്നുണ്ട്. ഇസ്രായേല് ഗാസയിലും ലെബനനിലും ഒക്കെ നല്ല രീതിയിലുള്ള അറ്റാക്ക് തിരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആയുധങ്ങളും അതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ ഇത് കണക്കിലെടുത്ത് ചില രാജ്യങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങളുടെ മുകളിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തി. ചിലർ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു, ചിലർ റെസ്ട്രിക്ട് ചെയ്തു. അതിൽ നെതർലാൻഡ്സിന്റെ കാര്യം പറയുന്നുണ്ട്. നെതർലാൻഡ്സ് അവര് EU റെഗുലേഷൻസ് മുൻനിർത്തി ഇസ്രായേലിലേക്കുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സിന്റെ എക്സ്പോർട്ട് തൽക്കാലം പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. കാര്യം ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ IHL എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനെ മാനിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയന്റെ റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൺസിഡർ ചെയ്ത്, ഇത് രണ്ടും ലിങ്ക് ചെയ്തുകൊണ്ട് ആണ് നെതർലാൻഡ്സ് ഇസ്രായേലിലേക്കുള്ള ആംസ് എക്സ്പോർട്ട് ബാൻ ചെയ്തത്. ഇതുപോലെ UK യുണൈറ്റഡ് കിങ്ഡം അവരും ഈ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ് മുൻനിർത്തി ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെ എക്സ്പോർട്ടിൽ. ദർ ഈസ് നോ ഇക്വലന്റ്. അപ്പൊ പക്ഷെ നമ്മളുടെ ഇന്ത്യയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ നെതർലാൻഡ്സിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ UK ഒക്കെ ഉള്ള
ഇതുപോലുള്ള ആംസ് എക്സ്പോർട്ടിൽ കൺട്രോള് കൊണ്ടുവരാനുള്ള തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഇപ്പം നിലവിലില്ല. ഇന്ത്യയിൽ ഒരു നിയമത്തിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. ഈ നമ്മളുടെ ഫോറിൻ ട്രേഡ് ആക്ട് 1992 അണ്ടറിൽ വരുന്നൊരു സംഭവത്തിന്റെ കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ അത് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് കംപ്ലീറ്റ്ലി ഡിഫൻസ് എക്സ്പോർട്ട് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ് നിയമമൊന്നും അല്ലത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു നിയമത്തിന്റെ അഭാവമുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതിയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ. പിന്നെ ഈ ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ ഇപ്പൊ അത്തരം രാജ്യങ്ങളിലേക്ക് ഈ ഒരു രാജ്യത്തിലേക്ക് ആയുധം കയറ്റുമതി ചെയ്താൽ ആ രാജ്യം അത് ഹ്യൂമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഡീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ നിയമത്തിന്റെ പേര് ATT എന്നാണ്, ആംസ് ട്രേഡ് ട്രീറ്റി. പക്ഷേ ഇന്ത്യ ഈ ആംസ് ട്രേഡ് ട്രീറ്റിയിലെ സിഗ്നറ്ററി അല്ല. ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല ആംസ് ട്രേഡ് ട്രീറ്റിയിൽ. അതുകൊണ്ട് തന്നെ ഈ ATT ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റത്തുമില്ല. അപ്പം ആംസ് ട്രേഡ് ട്രീറ്റി ഇന്ത്യക്ക് ആപ്ലിക്കബിൾ അല്ല, കാരണം ഇന്ത്യ അതിലെ ഒരു സൈൻ ചെയ്ത രാജ്യം അല്ല. അത് അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പിന്നെ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ എന്തായാലും ഇന്ത്യയിൽ ബൈൻഡിങ് ആയിട്ടൊരു നിയമം നിലവിലില്ല ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ആംസ് എക്സ്പോർട്ട് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യാനോ ഒക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു നിയമം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനിലെ UK-ക്കും ഒക്കെ അതുപോലെ അതിനെ പോലത്തെ ഒരു നിയമം ഇന്ത്യയിലും കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ ഈ ആർട്ടിക്കിൾസ് ഒന്നും ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല തൽക്കാലം. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പതുക്കെ അങ്ങനെ എല്ലാ ആർട്ടിക്കിൾസും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. പിന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ UN ജനറൽ അസംബ്ലിയുടെ മീറ്റിംഗിന് ന്യൂയോർക്കില് അഡ്രസ് ചെയ്തു. അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. സമ്മിറ്റ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കുക, സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ മീറ്റിംഗ് എവിടെ നടന്നു? ന്യൂയോർക്കിൽ UN ജനറൽ അസംബ്ലി നടത്തിയ മീറ്റിംഗ് ആണ് സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ. അതിനെ അഡ്രസ് ചെയ്യാനാണ് മെയിൻലി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയത്. ഒപ്പം അദ്ദേഹം ക്വാഡ് സമ്മിറ്റ് അറ്റൻഡ് ചെയ്തു. അതിന്റെ കാര്യം ഇന്നലെ പറഞ്ഞല്ലോ, ക്വാഡ് സമ്മിറ്റ് എടുത്ത മേജർ ഡിസിഷൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഇതിൽ കാണാം. പിന്നെ PM എക്സ്പ്രസ് ഇന്ത്യസ് അൺവേവറിംഗ് സപ്പോർട്ട് ഫോർ പീപ്പിൾ ഓഫ് പാലസ്തീൻ എന്നൊരു ന്യൂസ് കാണാം. പാലസ്തീനോട് ഇസ്രായേലിനോട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ പാലസ്തീന്റെ ഭാഗമാണല്ലോ ഗാസ എന്ന് പറഞ്ഞത്. അവിടെ ഇപ്പം ഭയങ്കര ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യ പാലസ്തീൻ പ്രശ്നത്തോട് അല്ലെങ്കിൽ പാലസ്തീൻ എന്ന രാജ്യത്തോടുള്ള ഇന്ത്യയുടെ കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പാലസ്തീൻ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗിൽ ആവർത്തിച്ച് പറഞ്ഞു എന്നാ പറഞ്ഞത്. പാലസ്തീന്റെ പ്രസിഡന്റ് ആണ് ഇത്, മെഹമ്മൂദ് അബ്ബാസ്. പാലസ്തീന്റെ പ്രസിഡന്റ് മെഹമ്മൂദ് അബ്ബാസ്. ആക്ച്വലി പാലസ്തീന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഗാസയുടെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. പാലസ്തീന്റെ ഭാഗമാണ്, പാലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമാണ് ഗാസയും. പക്ഷേ ഗാസ കംപ്ലീറ്റ്ലി ഭരിക്കുന്നത് ഹമാസ് ആണ്. പിന്നെ ഇവിടെ AFSPയെ കുറിച്ചൊരു ന്യൂസ് കാണാം. AFSPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ഇന്ത്യയിലെ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റുകൾ. മണിപ്പൂർ നമുക്കറിയാം എന്നും പ്രശ്നമാണ്, കുക്കിയും മേറ്റിയും തമ്മിലൊക്കെ. ജമ്മു ആൻഡ് കാശ്മീർ എന്നും പ്രശ്നമായിരുന്നു. അസാമിൽ ഒരു സമയത്ത് എന്നും പ്രശ്നമായിരുന്നു. ത്രിപുരയിൽ ഒരു സമയത്ത് എന്നും പ്രശ്നമായിരുന്നു. അങ്ങനെ നാഗാലാൻഡിൽ ഇപ്പോഴും കുറെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഇന്ത്യയിലെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ള സ്റ്റേറ്റുകളിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമമാണ് AFSPA. ഇന്ത്യൻ ഹോം മിനിസ്ട്രി ഈസ് ഇംപ്ലിമെന്റിംഗ് AFSPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഇൻ ദീസ് ഡിസ്റ്റർബ്ഡ് ഏരിയാസ്. But once the security situation improves in those states or in some particular areas in those states, that AFSPA will be removed from those areas. If you take the case of Manipur, the AFSPA is not there in Imphal area. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാലി ഏരിയ ആണ്. അവിടെ AFSPA ഇപ്പൊ ഇല്ല. ബട്ട് ഹിൽ ഏരിയയിൽ AFSPA ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് തന്നെ ഫുള്ള് AFSPA കാണണമെന്നില്ല. വൺ സെക്യൂരിറ്റി സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ അവർ AFSPA റിമൂവ് ചെയ്യും. ഇപ്പൊ കേരളത്തിലൊന്നും ഇല്ല. അത് കേരളം ഒരു ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് അല്ല. AFSPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. പിന്നെ ഇവിടെ വേറൊന്നും പറയാനില്ല. പിന്നെ പഞ്ചാബ് ഹരിയാന വോവ് ടു എലിമിനേറ്റ് സ്റ്റബിൾ ബേണിംഗ് ദിസ് വിന്റർ. നമ്മുടെ ഇന്ത്യയിലെ ഭയങ്കര വലിയൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയാണ് ഡൽഹി.
എയർ പൊല്യൂഷൻ. ഈ എയർ പൊല്യൂഷൻ ഉണ്ടാവാൻ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് പറഞ്ഞ ഡൽഹിക്ക് അടുത്ത് കിടക്കുന്ന 2 നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന. ബോത്ത് ആർ അഗ്രേറിയൻ സ്റ്റേറ്റ്സ്. ഇൻ ദോസ് സ്റ്റേറ്റ്സ് ആഫ്റ്റർ ദ കൾട്ടിവേഷൻ ഫാമേഴ്സ് യൂസ് ടു ബേൺ ദ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ കച്ചിയൊക്കെ പോലുള്ള സംഭവമുണ്ട്. അതിട്ട് കൂട്ടിയിട്ട് കത്തിക്കുക. അത് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം പുക എങ്ങോട്ടാണ് വരുന്നത്? ഡൽഹിയിലേക്കാണ് വരുന്നത്. ഇതെല്ലാം കൂടെ കൂടി നിന്നാണ് അവിടെ ഫോഗും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് സ്റ്റബിൾ ബേണിംഗ് എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഹരിയാനയും പഞ്ചാബും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് വേണ്ട ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവത് മാൻ, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയെ കാണാം. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഭഗവത് മാൻ. മ്യാൻമറിലെ റബൽ ലീഡേഴ്സിനെ ഇന്ത്യ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വളരെ നല്ല കാര്യം. ഇന്ത്യ പാഠം പഠിച്ചു. ഇന്ത്യ ബംഗ്ലാദേശിന്റെ കേസിലും മാൽദീവ്സിന്റെ കേസിലും ഇന്ത്യ ഒരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു. ഇന്ത്യ അനുകൂല ഗവൺമെന്റുകൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ബംഗ്ലാദേശിലാണെങ്കിൽ നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത്, അതുപോലെ മാൽദീവ്സിൽ ഇന്ത്യ അനുകൂല ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ fully engaged with only the ruling party in those countries. India didn't see a scenario that the ruling party will lose election once and the opposition party will come to the power ennulla situation. That happened in those 2 countries, in Bangladesh and in Maldives. And India the anticipate cheyanathukonde India faced some difficulties in both of these countries. അപ്പൊ അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടായിരിക്കണം. മ്യാൻമർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റൊരു ഫ്രണ്ട്ലി നേഷൻ. മ്യാൻമറിലെ പട്ടാളമാണ് ഭരിക്കുന്ന. പട്ടാളമായിട്ട് നമുക്ക് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. പക്ഷെ പട്ടാളത്തിന്റെ പിടി അവിടെ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പ്രൊവിൻസസും അവിടുത്തെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സസ് ഈ പട്ടാളത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അരാക്കൻ ആർമി എന്നൊക്കെ പറയുന്ന അവിടുത്തെ ഓരോരോ എത്നിക് ഫോഴ്സസ് അല്ലെങ്കിൽ പ്രോ ഡെമോക്രസി ഫോഴ്സസ്. പട്ടാളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡെമോക്രസിയെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം ആയിരിക്കുമല്ലോ. അപ്പൊ അത് തിരിച്ചറിഞ്ഞ ഇന്ത്യ അവിടുത്തെ പ്രോ ഡെമോക്രസി ഫോഴ്സസിനെയും അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകളെയൊക്കെ ഇന്ത്യയിലേക്ക് ഒരു സെമിനാറിലേക്ക് വിളിച്ചിരിക്കുകയാണെന്നാണ്. ഭാവിയിൽ ഇന്ത്യക്ക് മ്യാൻമറിനെ ഡീൽ ചെയ്യുമ്പോൾ പട്ടാളത്തിന് മാത്രം ഡീൽ ചെയ്താൽ പോരാ, ഇവരെയും ഡീൽ ചെയ്യേണ്ടി വരുന്ന ഇന്ത്യക്ക് മനസ്സിലായി. അതുപോലെ ഈ ഇടയ്ക്ക് ശ്രീലങ്കയിൽ ഇന്നലെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നില്ലേ? അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യ ഇപ്പോഴത്തെ റാനിൽ വിക്രമസിംഗയായിട്ട് നല്ല ബന്ധമായിരുന്നു. അനുര കുമാര ദിസനായകെ ഭാവിയിൽ അവിടെ ജയിക്കുമെന്ന് ഇന്ത്യ എങ്ങനെയോ മണത്തറിഞ്ഞിട്ട് ഈ വർഷം ഫെബ്രുവരി തന്നെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായിട്ടും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്തി. അതുകൊണ്ട് എന്ത് നല്ല റിലേഷൻ ഉണ്ടാക്കാൻ പറ്റി. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒപ്പോസിഷനുമായിട്ട് ഡീൽ ചെയ്യണം, റൂളിംഗ് പാർട്ടിയായിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ന്യൂസ് കണ്ടുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ താഴോട്ട് വരുമ്പം ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കാണാം, ലോക്സഭയുടെ സ്പീക്കർ. അതുപോലെ നേവിയുടെ ഒരു പരിപാടിയാണ് നാവിക സാഗർ പരിക്രമ. നാവിക സാഗർ പരിക്രമ പഠിച്ചു വെച്ചേക്കുന്ന പേര് നാവിക സാഗർ പരിക്രമ. സർക്കം നാവിഗേഷൻ ഓഫ് ദ ഗ്ലോബ് ഇൻ എ ഷിപ്പ്, അതിനെയാണ് നാവിക സാഗർ പരിക്രമ എന്ന് പറയുന്നത്. ഇത് സർക്കം നാവിഗേഷൻ ഓഫ് ദ ഗ്ലോബ് ആണ്. ഇന്ത്യയുടെ നേവിയുടെ INS തരിണി എന്ന് പറഞ്ഞ ഷിപ്പിലാണ് ചെയ്യുന്നത്. INS തരിണി. ഇത് പണ്ട് ഇന്ത്യയുടെ പുരുഷന്മാരായിട്ടുള്ള നേവൽ സ്റ്റാഫുകൾ, നേവിയിലെ സെയിലേഴ്സ് ഒക്കെയാണ് അങ്ങനെ പൊക്കോണ്ടത്. ഇപ്പൊ സ്ത്രീകൾ മാത്രമുള്ള പായ്ക്കപ്പല്ല പോകുന്ന വിൻഡിന്റെ മാത്രം സഹായത്തോടെ വിത്തൗട്ട് എനി അതർ അസിസ്റ്റൻസ്, ഓൺലി യൂസിംഗ് ദ ഹെൽപ്പ് ഓഫ് വിൻഡ്, ദേ ആർ സർക്കം നാവിഗേറ്റിംഗ് ദ ഗ്ലോബ് ഇൻ ദിസ് ഷിപ്പ് INS തരിണി. 2 സ്ത്രീകളാണ്, രൂപയെയും ദിൽനാക്കെയും. ഇവര് ഒക്ടോബർ 2 അവരുടെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. 40,000 കിലോമീറ്റർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന പറയുന്നത്. അപ്പൊ അതിന് പേരിട്ടേക്ക് എന്താണ്? നാവിക സാഗർ പരിക്രമ. ഓക്കെ, പിന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഈ റോബോട്ടിനെയൊക്കെ ഇറക്കിയാണ് ഇന്ത്യ. ഹൺഡ്രഡ്സ് ഓഫ് റോബോട്ടിക് മ്യൂൾസിനെ അവർക്ക് ഏത് പരിതസ്ഥിതിയിൽ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും -40 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലും ഒക്കെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റോബോട്ട്സിനെ ഇന്ത്യൻ ആർമിയിലേക്ക് എടുത്തിരിക്കുന്നത്. എവിടെ യൂസ് ചെയ്യാനായിരിക്കും? ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരില് ഈ സിയാച്ചിനൊക്കെ അല്ലേ, വേൾഡിലെ ഹയസ്റ്റ് വാർ പോയിന്റ് ആണ് സിയാച്ചിൻ. അവിടെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഓസ്കാറിലേക്കുള്ള ഈ വർഷത്തെ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ലാപ്പട്ട ലേഡീസ്. ലാപ്പട്ട ലേഡീസ്, ലാപ്പട്ട ലേഡീസ്. ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ടു ഓസ്കാർ, ലാപ്പട്ട ലേഡീസ്. കിരൺ റാവു എന്ന് പറയുന്ന സംവിധായിക
എനിക്ക് തോന്നുന്നു അമീർ ഖാന്റെ പഴയ വൈഫിന്റെ പേര് കിരൺ റാവു എന്നാണ്. അവരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഡയറക്ടറായിരുന്നു. കിരൺ റാവുവിന്റെ ഹിന്ദി മൂവിയാണ് ലാപ്പട്ട ലേഡീസ്. അതാണ് ഈ വർഷത്തെ ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ടു ഓസ്കാർ. പിന്നെ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ F&O ട്രേഡേഴ്സ് ലോസ്റ്റ് ₹1. F&O എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത്. F&O ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു സംഭവമാണ്. ഊഹ കച്ചവടമാണ് F&O എന്ന് പറയുന്നത്. അതായത് സെബി പോലും അത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അത്. എസ്പെഷ്യലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ ഭയങ്കര നോളജ് ഇല്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് 1.81 lakh crore ആണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് വിപണിയിൽ ഈ ഇൻവെസ്റ്റേഴ്സിന് F&Oയിൽ നഷ്ടപ്പെട്ട ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ. F&O ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പഠിച്ചു വെച്ചേക്കാം. സാധാരണ സ്റ്റോക്ക് അല്ലത്. F&O വേറൊരു സംഭവമാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. സെബി അറിയാലോ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർപേഴ്സൺ ആണ് മാധബി പുരി ബുച്ച്. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. പിന്നെ PMI എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. IBC ഇന്ത്യയിലെ ഒരു നിയമമാണ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. കിട്ടാക്കടം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ആൾക്കാരെ തിരിച്ചു പിടിക്കാനുള്ളതാണ്. NCLT അതുമായിട്ട് ബന്ധപ്പെട്ട കോടതിയാണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഇന്ത്യയുടെ ലേബർ മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ ലേബർ മിനിസ്റ്റർ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നമ്മുടെ മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള സ്ഥാപനങ്ങളെയാണ് NBFCs എന്ന് പറഞ്ഞ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അനുരാഗ് കുമാര ദിസനായകെ അധികാരമേറ്റു. ശ്രീലങ്കയായിട്ടുള്ള BRI ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സി ജിൻപിങ്, ചൈനയുടെ പ്രസിഡന്റ്, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോഴേ അദ്ദേഹം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കി തുടങ്ങി. BRI എന്താണ്? ചൈനയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ചൈനയുടെ ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. പിന്നെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന അറ്റാക്കും ഒക്കെ അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളുണ്ട്. മുകളിലുള്ള ന്യൂസുകൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിനടുത്ത പേജ് ഇപ്പോൾ സ്പോർട്സ് പേജിൽ വീണ്ടും ന്യൂസുകൾ വരുന്നത് ഇന്ത്യയുടെ യങ്സ്റ്റേഴ്സ്, 25 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഇന്ത്യയുടെ ടാലന്റഡ് പ്രൊഡിഗീസ്, അവര് നേടിയ നേട്ടം. ബുഡാപെസ്റ്റില് ഇന്ത്യക്ക് ചെസ് ഒളിമ്പ്യാഡില് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഗോൾഡ് നേടിത്തന്നതിനെ കുറിച്ചുള്ള ന്യൂസാണ്. പിന്നെ ലേവർ കപ്പ് എന്ന് പറഞ്ഞ ടെന്നീസിന്റെ ഒരു കപ്പ് ഉണ്ട്, ലേവർ കപ്പ്. അതിൽ രണ്ട് ടീമുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ, യൂറോപ്പും റെസ്റ്റ് ഓഫ് ദ വേൾഡ്. യൂറോപ്പും റെസ്റ്റ് ഓഫ് ദ വേൾഡ് തമ്മിലുള്ള ലേവർ കപ്പ് ടെന്നീസ് ടൂർണമെന്റിൽ യൂറോപ്പ് ജയിച്ചു. അത് അറിഞ്ഞിരിക്കുക. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചൊക്കെ ഉള്ള യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ മെയിൻ ആയിട്ട് ലാ ലിഗ സ്പാനിഷ് ഫുട്ബോൾ ലീഗ്, EPL ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ്, ഇത് സ്പെയിനിലെ. പിന്നെ Serie A ഇത് ഇറ്റലിയിലെ ഫുട്ബോൾ ലീഗ്, ഇത് ബുണ്ടസ് ലീഗ ജർമ്മനിയിലെ ഫുട്ബോൾ ലീഗ്. ഇതൊക്കെയാണ് ലോകത്തിലെ ഫേമസ് ഫുട്ബോൾ ലീഗുകൾ. ലാ ലിഗ സ്പാനിഷ്, EPL ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലണ്ടിലെ, Serie A ഇറ്റലിയിലെ, ബുണ്ടസ് ലീഗ ജർമ്മനിയിലെ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഹോക്കി ടൂർണമെന്റിന്റെ പേര് ഇവിടെ മുരുഗപ്പ കപ്പ്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം. മുരുഗപ്പ കപ്പ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ടൂർണമെന്റ്, വിച്ച് ഗെയിം? ഹോക്കിയായിട്ട് ബന്ധപ്പെട്ടാണ് മുരുഗപ്പ. ഇത്രയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.